किटकी एक लघु कथा है. किटकी किस विधा की रचना है? हाँ, एक लघु कथा है. लघु कथा का अर्थ क्या है? हाँ, ലഘു മാനെ ചെറുത്, കഥ കഥ എന്ന് തന്നെയാണ് അല്ലേ. അപ്പോൾ ലഘുകഥ, ചെറുകഥ, ഷോർട്ട് സ്റ്റോറി. ഓക്കെ, ആരാണ് ഈ കഥ എഴുതിയത്? അഞ്ജു ഖർബാന്ത്. അഞ്ജു ഖർബാന്താണ് എഴുതിയത് അല്ലേ. അപ്പോൾ അവിടെ ഒരു ചിത്രമൊക്കെ കാണാൻ കഴിയും. മനോഹരമായ ഒരു ചിത്രം, ട്രെയിനിൻ്റെ ചിത്രമാണ് അല്ലേ. യെസ്, പാഠത്തിലേക്ക് പോവാം. ഹോഷിയാർപൂർ സേ ഷാദി കാ ബുലാവ് ആയാ ഥ. ഹോഷിയാർപൂരിൽ നിന്നാണ് വിവാഹത്തിൻ്റെ ക്ഷണക്കത്ത് വന്നത്. ഷാദി വിവാഹം, ബുലാവ ആയാ ഥ ക്ഷണക്കത്ത് വരിക. ട്രെയിൻ സേ ജാന തയ് ഹുവ, ട്രെയിനിൽ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി ഥി. സർദി, സർദി മാനെ തണുപ്പ്. തണുപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ചെറുതായി കൂടിക്കൂടി വരുന്നുണ്ട്. ഇസ്ലിയേ അതുകൊണ്ട്, സോച്ച, സോച്ച ചിന്തിച്ചു. ചലോ ഇസ് ബാർ എ സി കെ ബജായ ജനറൽ കോച്ച് സേ സഫർ കാ ആനന്ദ് ലിയാ ജായേ. എന്താ ചിന്തിച്ചത്? ഇത്തവണ എ സിക്ക് പകരം ജനറൽ കോച്ചിലെ യാത്ര ആനന്ദ് ലിയാ ജായേ, ആസ്വദിക്കാം. സഫർ എന്ന് പറഞ്ഞാൽ യാത്ര, യാത്ര ആനന്ദിക്കാം. പെഹലെ ബീവി ബച്ചെ ജനറൽ സെ ജാനെ പർ കുച്ച് നാരാസ് ഗുയേ. പെഹലെ ആദ്യം ബീവി ഭാര്യയും കുട്ടികളും ജനറൽ കോച്ചിലെ യാത്ര, ജനറൽ കോച്ചിലെ യാത്രയാണെന്ന് അറിഞ്ഞപ്പോൾ ദേഷ്യപ്പെട്ടു. നാരാസ് എന്ന് പറഞ്ഞാൽ ദേഷ്യം, ദേഷ്യപ്പെട്ടു. പർ ഫിർ തോടാ ന നുഖുർ കെ ബാദ് മൻ ഗയേ. പിന്നീട് കുറച്ചു നേരം അവർ മടിച്ചിരുന്നുവെങ്കിലും പിന്നീട് സമ്മതിച്ചു. ദില്ലി സേ ലഗ് ഫഗ് 8 ഘണ്ടെ കാ സഫർ. ഡൽഹിയിൽ നിന്നും ലഗ് ഫഗ് ഏകദേശം 8 ഘണ്ടെ 8 മണിക്കൂറാണ് യാത്രയുള്ളത്. ഈ ആദ്യ പാരഗ്രാഫ് ഈ കഥയിലെ ഭർത്താവും ഭാര്യയും 2 കുട്ടികളുമാണ്. ആ ഭർത്താവിൻ്റെ ചിന്തയിൽ വരുന്ന കാര്യങ്ങളാണ്, അദ്ദേഹം പറയുന്ന കാര്യങ്ങളുമാണ് ആദ്യ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. സീറ്റ് ബുക്ക് ദി, സീറ്റൊക്കെ ബുക്ക് ചെയ്തു. തോ സിയാദ് പരേഷാനി നഹീം ഹുയി. സീറ്റൊക്കെ ബുക്ക് ചെയ്തത് കൊണ്ട് തന്നെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. ബച്ചോനെ ചട്ട് കിട്കി വാലി സീറ്റ് ചബട്ട്ലി. ഉടൻ തന്നെ കുട്ടികൾ വിൻഡോ സീറ്റ് പിടിച്ചു. നമ്മൾ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം വിൻഡോ സീറ്റിൽ യാത്ര ചെയ്യാനല്ലേ. ബച്ചോനെ ചട്ട് കിട്കി വാലി സീറ്റ് ചബട്ട്ലി. സാരാ സാമാൻ സെറ്റ് കർമേം ഔർ പത്നി ബാത്തോ മേം മഷ്ഗൂൽ ഹോ ഗയേ. സാരാ സാമാൻ എല്ലാ സാധനങ്ങളും, സെറ്റ് കർ, സെറ്റ് എന്നത് ഇംഗ്ലീഷ് വേർഡ് തന്നെയാണ്. ഓക്കെ, അംഗ്രേസി ശബ്ദമേ. ഓക്കെ, സെറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞ്, മേം ഓർ പത്നി ഞാനും ഭാര്യയും, ബാത്തോം മേം മഷ്ഗൂൽ ഹോ ഗയി. ബാത്തോം സംസാരത്തിൽ വ്യാപൃതനായി അല്ലെങ്കിൽ മുഴുകി എന്നൊക്കെയാണ് മഷ്ഗൂൽ എന്ന വാക്കിൻ്റെ അർത്ഥം. മഷ്ഹൂർ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധം അല്ലെങ്കിൽ ഫേമസ് എന്നാണ് വേർഡിൻ്റെ അർത്ഥം. ഇവിടെ വന്നത് മഷ്ഗൂൽ എന്നാണ്. മഷ്ഗൂൽ എന്ന് പറഞ്ഞാൽ മുഴുകുക, വ്യാപൃതനാവുക എന്നൊക്കെയാണ്. ദീദി ജമ്മു കി ഷാൾ ലേ ലോ ബഹുത്ത് ബഡിയാ ഹേ. നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്, നിരവധി കച്ചവടക്കാർ ഒക്കെ അവിടെ വരാറുണ്ട്. ട്രെയിനിൽ സാധനങ്ങൾ വിൽപ്പനയ്ക്ക് വേണ്ടി വരാറുണ്ട്. ദീദി, ദീദി എന്ന് പറഞ്ഞാൽ സഹോദരി. ജമ്മു കി ഷാൾ ലേ ലോ. ജമ്മുവിൽ നിന്നുള്ള ഷാളാണ്, എടുക്കൂ. ബഹുത്ത് ബഡിയാ ഹേ. ബഹുത്ത് ബഡിയാ ഹേ. ഇത് വളരെ നല്ലതാണ്, വളരെ മനോഹരമാണ്, ജമ്മു ഷാളാണ്, എടുക്കൂ എന്ന് പറഞ്ഞു. രംഗ് ബിരംഗി ഷാളോം കാ ഫാരി ഘഡർ ഉഠായെ ഏക്ക് സാവാലി സലോനി
कजरारी आंखों वाली युवती पत्नी को इजरार करने लगी. രംഗ് ബിരങ്കി, മനോഹരമായ ഒരുപാട് നിറങ്ങളുള്ള ഷാൾ. ഫാരി ഗഡർ ഉഡായെ എക്ക് സാംവലി സലോനി കജരാരി ആങ്കോവാലി യുവതി പത്നിക്കോ ഇസറാർ കർണേ ലഗി. അതായത് ഫാരി ഗഡർ എന്ന് പറഞ്ഞാൽ വലിയ ഭാരമുള്ള കെട്ട് അല്ലെങ്കിൽ ഭാരമേറിയ ഫാണ്ഡം. അതിലാണ് അവൾ മനോഹരമായ നിറങ്ങളുള്ള ഷോള് കൊണ്ടുവന്നിട്ടുള്ളത്. ഏക്ക് എങ്ങനെയുള്ള ഒരു ആളാണ് ആ യുവതി? ഇരുണ്ട ചർമ്മത്തോടു കൂടിയ അല്ലെങ്കിൽ ഇരുനിറമുള്ള ഒരു സ്ത്രീയാണ്. അവളുടെ കണ്ണുകളൊക്കെ എങ്ങനെയാണ്? വളരെ മനോഹരമാണ്. കണ്ണുകളൊക്കെ മനോഹരമായിട്ട് അവളിങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതിയിട്ടുണ്ട്. കണ്ണുകളൊക്കെ വലുതായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അല്ലേ? അതിനുശേഷം അവൾ ചോദിക്കാനായിട്ട് തുടങ്ങി. നമ്മുടെ ഭാര്യ ചോദിക്കാനായിട്ട് തുടങ്ങി. കിത്തനെ കീ ഹേ? എത്ര രൂപയാണിതിന്? അടായി സൗക്കി. 250 രൂപയാണ്. ഇത്തി മഹാങ്. വളരെ വിലയാണല്ലോ, വളരെ ചിലവാണല്ലോ എന്ന് ചോദിക്കുകയാണ്. സിയാദ് പീസ് ലോഗി തോ കം കർ ദൂങ്കി. കൂടുതൽ മേടിക്കുകയാണെങ്കിൽ, കൂടുതൽ പീസുകൾ എടുക്കുകയാണെങ്കിൽ തോ കം കർ ദൂങ്കി, ഞാൻ കുറച്ച് തരാം എന്ന് പറഞ്ഞു. മുझे ദൂക്കാൻ ഖോൽനി ഹെ ക്യാ? അപ്പോൾ ഭാര്യ ചോദിക്കുകയാണ്, എന്താ എനിക്ക് കട തുടങ്ങാൻ വേണ്ടിയാണോ? ഇത്രയും ഷാൾ ഞാൻ ഒരുമിച്ചെടുക്കുന്നത് എന്തിനാ? എനിക്ക് കട തുടങ്ങാൻ വേണ്ടിയാണോ? ലേ ലോ ന ബഹനോം ഓർ ഫാഫിയോ കെ ലിയേ. എടുക്കൂ. ലേ ലോ ന, എടുത്താലും. ബഹനോ എന്ന് പറഞ്ഞാൽ സഹോദരി, സഹോദരിമാർക്കോ അല്ലെങ്കിൽ മരുമക്കൾ വല്ലതും ഉണ്ടെങ്കിൽ അവർക്കോ നൽകാമല്ലോ. ബഹൻ എന്ന് പറഞ്ഞാൽ സഹോദരിമാർ, ഫഫിയ എന്ന് പറഞ്ഞാൽ മരുമക്കൾ എന്നൊക്കെയാണ് വേർഡിൻ്റെ അർത്ഥം. മേനെ പത്നി കോ ഇഷാർ കിയാ तो उसने आंखों तरेर कर मुझे चुप रहने का संकेत दिया. മേനെ എന്ന് പറഞ്ഞാൽ ഞാൻ, പത്നിക്കോ ഭാര്യയോട്, ഹഷാർ കിയ, ഹഷാർമാനെ ആംഗ്യങ്ങളൊക്കെ കാണിച്ചു. तो उसने आंखें തരേർ കർ മുझे ചുപ്പ് രഹനെ കാ സങ്കേത് ദിയ. ആംഗ്യമൊക്കെ കാണിച്ചു, പേടിക്കണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് അവൾ എന്ത് ചെയ്തു? കണ്ണ് കാണിച്ചു മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അച്ഛാ 5 പീസ് ലൂ തോ കിത്തനേക്ക് ദോങ്കേ. ശരി, ഞാൻ 5 പീസ് വാങ്ങിയാൽ നിങ്ങൾ എനിക്ക് എത്ര രൂപയ്ക്ക് തരും എന്ന് ചോദിച്ചു. 200 रुपये पर പീസ് ലേനാ ദീദി. അങ്ങനെയാണെങ്കിൽ 200 രൂപയ്ക്ക് ഒരു പീസ് എടുക്കൂ എന്ന് പറഞ്ഞു. 200 രൂപയ്ക്ക്. ന മീൻസ് നഹി, അല്ല അത് വേണ്ട. 100 रुपये पर പീസ്, ഒരു പീസ് 100 രൂപയ്ക്ക് തന്നാലും. ദീദി 100 तो बहुत कम है. അയ്യോ സഹോദരി, 100 വളരെ കുറവാണ്. कहते हुए उसका गल रूंध गया और उसकी कजरारी आंखें फर आई. ഇത് പറയുമ്പോൾ, ഈ കാര്യം പറഞ്ഞപ്പോൾ 100 വളരെ കുറവാണെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഉസ്ക ഗല മീൻസ് അവളുടെ തൊണ്ട റൂദ് ഗയ, എന്ത് ചെയ്തു? തൊണ്ട ഇടറിയതുപോലെയും, ഉസ്കി കജരാരി ആങ്കെ ഫർ ആയേ, അവളുടെ കണ്ണുകൾ നിറഞ്ഞതായും കാണപ്പെട്ടു. ചൽ ന തേരി ന മേരി ടേൺഡ് 100 पर പീസ്. പിന്നെന്താ പറയുന്നത്? ഒരു കാര്യം ചെയ്യ്, ചൽ വരൂ. ന തേരി ന മേരി, നിങ്ങളുടേതുമല്ല എൻ്റേതുമല്ല. നമ്മൾ പറയാറില്ലേ, ഞാൻ പറഞ്ഞതുമല്ല താൻ പറഞ്ഞതുമല്ല, നമുക്കൊരു വിലയിടാം. ഒരു പീസിന് 100 पर പീസ്, 150 രൂപ. അച്ഛാ ദീദി ടീക്ക് ഹേ, ലോ രംഗ് പസന്ത് കർലോ. ശരി സഹോദരി, ശരി, ഇതാ നിങ്ങൾ ഇഷ്ടമുള്ള നിറത്തിലുള്ള ഒരെണ്ണം എടുക്കൂ.
ഇഷ്ടമുള്ള നിറം എടുക്കൂ, രംഗ് പസന്ത് കർ ലോ, ഇഷ്ടമുള്ള ഒരു നിറം എടുക്കൂ എന്ന് പറയുന്നു. കുച്ച് സോച്തേ ഹുയേ ഉസ്നെ കഹാ ഓർ ഗഡർ പത്നി കെ സാമനെ സർക്കാ ദിയ. എന്തോ ആലോചിച്ചുകൊണ്ട്, എന്തോ ആലോചനയിൽ, സോച്തേമാനെ ആലോചിക്കുക, എന്തോ ആലോചനയിൽ പറഞ്ഞുകൊണ്ട് അയാൾ എന്ത് ചെയ്തു, ആ ലേഡി എന്ത് ചെയ്തു, ആ സ്ത്രീ എന്ത് ചെയ്തു, ആ ഫാണ്ടം, ആ ഷോളിൻ്റെ ആ ഫാണ്ടം പത്നിക്ക് സാമിനെ സർഗ് ദിയ, ആ ഭാര്യയുടെ അടുത്തേക്ക് നീക്കി വെച്ചു കൊടുത്തു. പത്നീനെ 5 ഷാളോം അലഗ് കർലി और मेरी और देख रुपये देने का ഇഷാർ ദിയ, ഇഷാർ കിയ. ആ ഭാര്യ എന്ത് ചെയ്തു, 5 ഷോളുകൾ അതിൽ നിന്നും എടുത്തു. എന്നിട്ട് ഭർത്താവിനെ നോക്കി ആംഗ്യം കാണിച്ചു, പൈസ കൊടുക്കുന്നതിന് വേണ്ടി ആംഗ്യം കാണിച്ചു. മേനെ ചട്ട് 725 रुपये നികാൽ കർ ദേ ദിയേ. ഉടനെ എന്ത് ചെയ്തു, ഞാൻ 750 രൂപ നൽകി. उसके जाने के बाद रास्ते पर पत्नी की सुई इसी बात पर अटकी रही. वो एक बार में ही 100 में माना गई. ഉസ്കെ ജാനേക്കെ ബാദ് എന്ന് പറഞ്ഞാൽ ശേഷം, അവൾ പോയതിന് ശേഷം. രാസ്തേ എന്ന വേർഡിൻ്റെ യഥാർത്ഥ അർത്ഥം റോഡ്, വഴി എന്നാണ്. പക്ഷേ ഇവിടെ അർത്ഥം യാത്രയിൽ ഉടനീളം എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അവൾ പോയതിന് ശേഷം യാത്രയിൽ ഉടനീളം പത്നിക്ക് സുയി ഇസ് ബാത് പർ അട്കി രഹി. അവൾ പോയതിന് ശേഷം ആ യാത്രയിലുടനീളം ഭാര്യയുടെ ചിന്തകൾ മുഴുവൻ അവളെ പറ്റിയായിരുന്നു, അല്ലെങ്കിൽ ആ സംഭവത്തെ പറ്റിയായിരുന്നു. എന്തായിരുന്നു? വോ ഏക്ക് ബാർ മേ ഹി 100 में मन गई. അവൾ ഒറ്റയടിക്ക് തന്നെ 150 രൂപയ്ക്ക് സമ്മതിച്ചല്ലോ. ഗൽത്തിക്ക്, എൻ്റെ ഭാഗത്താണ് തെറ്റ്, ഞാനാണ് തെറ്റ് ചെയ്തത്. തോടാ തോൽ മോൽ ഓർ കർണ ചാഹിയത. അവൾക്ക് കുറച്ചുകൂടി വില പേശിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി കുറച്ച് കിട്ടിയേനെ എന്ന് പറഞ്ഞു. ഓർ മേരി സുയി അതിത് മേം ജാ അട്കി ദി. അങ്ങനെ അവൾ എന്ത് ചെയ്തു, ഇങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം ചിന്തിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ അവളുടെ ചിന്തകൾ മുഴുവൻ ഇങ്ങനെ ഭൂതകാലത്തിലേക്ക് ഇങ്ങനെ കുടുങ്ങി കിടന്നു. കഴിഞ്ഞ സംഭവങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരുന്നു. ബേട്ടിക്കോ ഗോദ് മേം ബിഡാ റെയിൽഗാഡി की खिड़की से चांगता में सोच रहा था मेरे पिता भी रेलगाड़ी में सामान बेच जब थके हारे घर आते. ഇവിടെ ബേട്ടിക്കോ ഗോദ് എന്ന് പറഞ്ഞാൽ മകളെ മടിക്കാണ് ഗോദ എന്ന് പറയുന്നത്. മകളെ മടിയിൽ ഇരുത്തിക്കൊണ്ട് റെയിൽഗാഡിക്ക് കിഡ്കി, തീവണ്ടിയുടെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ ആലോചിക്കുകയാണ്. എന്താ, ആരാ ചിന്തിക്കുന്നത്? ആ കുട്ടിയാണ് ചിന്തിക്കുന്നത്, ആ മകളാണ് ചിന്തിക്കുന്നത്. എന്താ ചിന്തിക്കുന്നത്? മേരെ പിതാഫി റെയിൽഗാഡി മേ സാമാൻ ബേജ് ജബ് തകേ ഹാരേ ഘർ ആത്തേ. പണ്ട് ട്രെയിനിൽ ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ വിറ്റ് വളരെ തളർന്നാണ് എൻ്റെ അച്ഛനും വീട്ടിലേക്ക് വരാറുള്ളത്. തോ ഉൻകി ആങ്കോമേം ഫി വഹി നമീദി ജോ ആജ് ഉസ് യുവതിക്ക് ആങ്കോ മേന്തി. അല്ലേ? അങ്ങനെ തളർന്നു വരാറുള്ള അച്ഛൻ്റെ കണ്ണുകളിൽ വന്ന യുവതിയുടെ, ഷോൾ വിൽക്കാൻ വന്ന ആ പെൺകുട്ടിയുടെ, ആ യുവതിയുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്ന അതേ നനവ് കാണാൻ കഴിയുമായിരുന്നു എന്ന് ആ മകൾ ഓർക്കുന്നു. എല്ലാവരോടും സഹാനുഭൂതിയും സ്നേഹവുമുള്ള ഒരു അച്ഛനെയാണ്, ഒരു ഭർത്താവിനെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പം നമുക്കും എല്ലാ വ്യക്തികളോടും എല്ലാവരോടും സഹാനുഭൂതിയും സ്നേഹവും ഉണ്ടാവണമെന്നാണ് ഈ കഥയിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശം.